നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. കർണാടകയിലെ സെക്സ് ടേപ്പ് വിവാദത്തിൽ ബിജെപിയെ കൂടുതൽ കുരുക്കിലാക്കി എൻഡിഎ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രജ്വൽ രേവണ്ണയുടെ മുൻ ഡ്രൈവറുടെ വെളിപ്പെടുത്തലാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ബിജെപി നേതാവ് ദേവരാജ ഗൌഡയ്ക്ക് മാത്രമാണ് താൻ വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് കൈമാറിയിട്ടുള്ളതെന്നാണ് മുൻ ഡ്രൈവർ കാർത്തിക് വ്യക്തമാക്കിയത്. 2023 വീഡിയോ ദൃശ്യങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. വിവാദ വീഡിയോ കോൺഗ്രസ് നേതാക്കൾക്കാണ് ആദ്യം ലഭിച്ചതെന്ന് ദേവരാജ ഗൌഡെ നേരത്തെ ആരോപിച്ചിരുന്നു. ആ പെൻഡ്രൈവ് ദേവരാജ ഗൌഡയോ ബിജെപിക്കാരോ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് കൈമാറിയോ എന്ന് അറിയില്ല. ഞാൻ അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും അത് നൽകിയിട്ടില്ല. ഞാനത് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഇപ്പോൾ ആരോപിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കാണ് ഞാനത് നൽകിയതെങ്കിൽ പിന്നീട് നീതി തേടി അദ്ദേഹത്തെ സമീപിക്കുന്നത് എന്തിനാണെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയിൽ JDS MP കൂടിയായ പ്രജ്വലിന്റെ മുൻ ഡ്രൈവർ ചോദിച്ചത്. രേവണ്ണ കുടുംബം വേട്ടയാടിയതിനെ തുടർന്നാണ് താൻ ഗൌഡയെ സമീപിച്ചതെന്നും കാർത്തിക് വെളിപ്പെടുത്തി. തന്റെ പേരിലുണ്ടായിരുന്ന ഒരുപാട് സ്ഥലം അവരുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്തു. കേസിൽ കർണാടക സർക്കാർ ഉത്തരവിൽ അന്വേഷണം ആരംഭിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘത്തിന് എല്ലാ രേഖകളും കൈമാറുമെന്നും കാർത്തിക് വ്യക്തമാക്കി. വിവാദം ആരംഭിച്ചതിന് പിന്നാലെ ഗൌഡയെ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾക്ക് ഞാൻ പെൻഡ്രൈവ് നൽകിയെന്ന് അദ്ദേഹം പറയുന്നത് കള്ളമാണ്. ഹൊലനാസിപുരിയിൽ BJP ടിക്കറ്റിൽ മത്സരിച്ചു തോറ്റ ദേവരാജ ഗൌഡയ്ക്ക് മാത്രമാണ് ഞാനത് നൽകിയിട്ടുള്ളത്. വേറെ ഒരാൾക്കും കൊടുത്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കർണാടക പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പെൻഡ്രൈവ് നൽകിയിട്ടുണ്ടെന്ന് കാർത്തിക് തന്നോട് പറഞ്ഞെന്നായിരുന്നു ദേവരാജ ഗൌഡയുടെ അവകാശവാദം. ഇതാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നതും. അതേസമയം രേവണ്ണ കുടുംബത്തിന്റെ ലൈംഗികാതിക്രമങ്ങളെ കുറിച്ച് BJP നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിരുന്നുവെന്ന ഗൌഡയുടെ വാദം സംസ്ഥാന അധ്യക്ഷൻ തള്ളിയതും വലിയ തിരിച്ചടിയായി. ഹാസനിൽ പ്രജ്വലിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനിടെയാണ് സംഭവങ്ങളെക്കുറിച്ച് വിശദമായി നേതൃത്വത്തിന് എഴുതിയതെന്നായിരുന്നു ഗൌഡ പറഞ്ഞത്. പ്രജ്വലിനെ സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കരുതെന്നും BJPക്ക് ഉൾപ്പെടെ തലവേദനയാകുമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ വാദങ്ങൾ കർണാടക BJP അധ്യക്ഷനും ശിക്കാരിപുര MLAയുമായ വിജയേന്ദ്ര യെദ്യൂരപ്പ തള്ളിക്കളഞ്ഞു. ഗൌഡ പറയുന്നതെല്ലാം പൂർണ്ണമായും കള്ളമാണെന്നും ഇത്തരത്തിലൊരു കത്തും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും വിജയേന്ദ്ര പറഞ്ഞു. വിവാദ വീഡിയോകളെ കുറിച്ച് തനിക്ക് ഒരു തരത്തിലുമുള്ള അറിവുണ്ടായിരുന്നില്ല എന്നും BJP നേതാവ് വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നതിനിടെയാണ് NDA സഖ്യത്തെയും JDSനെയും പ്രതിരോധത്തിലാക്കി സെക്സ് ടേപ്പ് വിവാദം തലപൊക്കുന്നത്. JDS ആചാര്യൻ HD ദേവഗൌഡയുടെ കൊച്ചുമകനും ഹാസൻ MPയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കും പിതാവും ഹൊലനാസിപുര MLAയുമായ HD രേവണ്ണയ്ക്കുമെതിരെ ഗുരുതരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് രേവണ്ണയ്ക്കും മകൻ പ്രജ്വലിനുമെതിരെ പരാതിയിലുള്ളത്. വീട്ടുജോലിക്കാരിയുടെ പരാതിക്ക് പിന്നാലെ സംഭവത്തിൽ ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് കർണാടക സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൌധരി മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും കത്തെഴുതിയിരുന്നു. പിന്നാലെയാണ് കർണാടക സർക്കാർ SIT അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഹാസനിൽ ഉൾപ്പെടെ വോട്ടെടുപ്പ് നടന്നതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇതോടെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ കർണാടകയിൽ ഉൾപ്പെടെ ഇനിയും വോട്ടെടുപ്പ് ബാക്കിയുള്ള ഘട്ടത്തിലുള്ള പരാതിയും നടപടികളും NDA സഖ്യത്തിനും BJPക്കും കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. സംഭവത്തിൽ തങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവുമില്ലെന്ന് തുടക്കത്തിൽ BJP കൈയൊഴിഞ്ഞെങ്കിലും പാർട്ടി നേതാവ് ദേവരാജ ഗൌഡയുടെ വെളിപ്പെടുത്തൽ നേതൃത്വത്തെ ശരിക്കും വെട്ടിലാക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപേ ലൈംഗികാതിക്രമങ്ങളെ കുറിച്ച് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു ഗൌഡയുടെ വെളിപ്പെടുത്തൽ. ദേശീയ തലത്തിൽ തന്നെ തിരിച്ചടിയായേക്കാവുന്ന സെക്സ് ടേപ്പ് വിവാദങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ BJP.